നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കൈകൾ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ അതിൽ എത്ര പാടുകൾ ഉണ്ടാവുന്നതോ, കത്തി തട്ടിയ പാടുകൾ ഉണ്ടാവും, പൊള്ളിയ പാടുകൾ ഉണ്ടാവും. ഇത്രയും വലിയ സദസ്സിന്റെ മുന്നിൽ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഉമ്മാക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്റെ മനസ്സിലില്ലെങ്കിൽ എന്റെ നാവിൽ നിന്ന് അക്ഷരങ്ങൾ വരില്ല, എവിടെയെങ്കിലും തടസ്സപ്പെടും. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പം ഞാൻ എത്തിയിട്ടുള്ളത് മോൾക്ക് +2 എക്സാമിൽ ഫുൾ A+ കിട്ടിയതിൻ്റെ ഒരു അവാർഡ് ദാന ചടങ്ങിന് പോവുകയാണ് കേട്ടോ. ഇത് എവിടെയാണെന്ന് വെച്ചാൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിൻ്റെ കീഴിൽ നടത്തുന്നതാണ്. നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ മക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതിൽ കൂടുതലും കുറേ ആളുകളുടെ സ്പീച്ചാണ്. അത്യാവശ്യം നല്ലൊരു പോയിന്റുകൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ, എല്ലാവരുടെ വോയിസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കട്ടോ. നമുക്ക് വേണ്ട ഓരോ കാര്യങ്ങളാണ് ഇതിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഹലോ, ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുള്ളത് നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിലാണ്. ഇവിടെ +2-നും 10ാം ക്ലാസ്സിനൊക്കെ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് ഒരു അവാർഡ് ദാനം ഉണ്ടെന്ന് പറഞ്ഞു. PM ഗഫൂറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചടങ്ങിനെത്തിയതാണ് കേട്ടോ. രണ്ട് ഭാഗത്തായിട്ട് രജിസ്ട്രേഷൻ നടക്കുകയാണ്. +2-ൻ്റെതും ഉണ്ട്, 10ാം ക്ലാസ്സിൻ്റെതും ഉണ്ട്. നമുക്ക് ഉള്ളിലോട്ട് കയറാം കേട്ടോ. എക്സാംസ് ആണ് നമ്മൾ വലിയതായിട്ട് എക്സാംസ് നമ്മൾ ഒരിക്കലും ഇന്ത്യൻ ആയിക്കോട്ടെ നമ്മളിപ്പോൾ പ്രശ്നം വിളിക്കുന്ന ആപ്പ് ആയിട്ടൊന്നുമില്ല. കുറേ പ്രശ്നം നമ്മൾ കുറേ മുനിസിപ്പാലിറ്റിയെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ആദരണീയനായ ചെയർമാനാണ് നമ്മുടെ ഈ വേദിയുടെ അധ്യക്ഷത വഹിക്കുക. അദ്ദേഹത്തെ ഈ വേദിയിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ചെയർമാൻമാരടക്കമുള്ള റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സംഘാടകരടക്കമുള്ള വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഈ ഇന്നത്തെ ആഹ്ലാദം വിഷയം ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നമുക്കേവർക്കും ഏറെ പ്രിയങ്കരിയായ മലപ്പുറത്തിൻ്റെ ഡെപ്യൂട്ടി കളക്ടർ, മേഡത്തിന് കറക്റ്റ് 9:00 ഇവിടെ ഇനാഗുറേഷൻ കഴിഞ്ഞ് പോകേണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൗൺസിലേഴ്സ്, പേരൻസ്, ടീച്ചേഴ്സ്, നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ സ്റ്റാർസ്, സ്റ്റുഡൻസ്, പിന്നെ റൈസ് എഡ്യൂക്കേഷൻ അക്കാഡമിയുടെ എഡ്യൂക്കേഷൻ്റെ ഭരണാധികാരികൾ, എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞ പോലെ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് എനിക്ക് എത്രത്തോളം ജസ്റ്റിസ് ചെയ്യാൻ പറ്റുന്ന അറിയില്ലെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ എല്ലാവരും ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. മാക്സിമം ശ്രമിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ ഇത്രയും നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ കേസസ് ഉണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം കൺഗ്രാജുലേഷൻസ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരൻസിനും ടീച്ചേഴ്സും നിങ്ങളുടെ ഫുൾ കൂടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റികളിലെ എല്ലാ കുട്ടികളും സക്സസ്ഫുൾ ആയിട്ട് എല്ലാ കുട്ടികളെയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ നാടിന് തന്നെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. നിങ്ങൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീം, ഇത്രയും കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങളായിട്ട് ഇത്രയും പോസിറ്റീവ് കോൺഫിഡൻറ്റ് ഫേസസിനോട് ഇൻട്രാക്ഷൻ കിട്ടിയതെന്ന് എനിക്കൊരു പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്. അങ്ങോട്ട് ക്ഷണിച്ച നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കും എൻ്റെ നന്ദി. അതുകൊണ്ട് ഞാൻ മുനിസിപ്പാലിറ്റിക്ക് നന്ദി പറയുകയാണ്. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. കൂടുതലായി ഡ്രസ്സ് മേടിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കും.
ഏറെ എഴുതിയിരിക്കുന്ന ബഹുമാന്യരായ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഈ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ലാംഗ്വേജ് പഠിച്ച ആളുകളെ ഇങ്ങനെയുള്ള ഫീൽഡിലൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. സാറിന് ജസ്റ്റ് ഒന്ന് ഞാൻ കണ്ടിന്യൂ പറഞ്ഞാണ്. നിങ്ങളുടെ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ കാര്യം ആലോചിക്കുക. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞു, നിങ്ങൾക്ക് 95% മേലെ മാർക്ക് ഉണ്ടാവും എന്തായാലും. ഈ A+ എന്ന് പറയുന്നത് നമ്മൾ സർട്ടിഫിക്കറ്റിൽ 90 to 100 പറയാം. പക്ഷെ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ബയോഡാറ്റ ഫില്ല് ചെയ്യുമ്പോൾ മാർക്സ് ഒബ്റ്റെയിൻ SLC അവിടെ നിന്ന് എന്ത് മാർക്കാണ് എഴുതുന്നത് പോസ്റ്റിൽ എത്താൻ പറ്റും. കാരണം പഠിക്കുന്ന കുട്ടികളെ അവരെ സ്പോൺസർ ചെയ്യാനും സഹായിക്കാനും അവർക്ക് വേണ്ടിയുള്ള കോളേജുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഒരു പേര് പഠിക്കണം. നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടില്ലേ? സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടില്ലേ? ഏകദേശം 70,000 സീറ്റ് ഉണ്ടാവില്ല, 1-2 സീറ്റ് അല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാൻ ഈ നിലമ്പൂർ പഞ്ചായത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ മുനിസിപ്പൽ ഏരിയയിൽ ഇരിക്കുന്നത് എനിക്കൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് MBBS പോകാൻ പറ്റും, എഞ്ചിനീയറിംഗിന് പോകാൻ പറ്റും, സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകാൻ പറ്റും, നിങ്ങൾ വക്കീലാവാനും പറ്റും, എല്ലാം നിങ്ങൾക്ക് സാധിക്കും. ക്ലാസ്സിൽ വർത്താനം പറയുന്ന പോലെ പറ, അത്ര ശബ്ദത്തില്. ഓക്കെ. അപ്പൊ മക്കളെ, ഞാൻ നിങ്ങൾക്ക് കൺഗ്രാറ്റുലേഷൻസ് പറയുന്നില്ല, കാരണം നിങ്ങളത് ഡിസേർവ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇന്നിപ്പം ഞങ്ങൾക്ക് നിങ്ങളെ കാണാനും ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാനും ഉള്ള സൗകര്യമൊക്കെ കിട്ടിയത്. അപ്പം ഇത് ഒരു തുടക്കമാവട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ലൈഫ് എന്ന് പറയുന്നത് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേയുള്ളൂ. അത് കുറേ വഴിയുണ്ട്. അത് നിങ്ങൾ എന്താണോ എന്നുള്ളത് ആദ്യം നിങ്ങൾ തിരിച്ചറിയാം. ഞാൻ എവിടെ എത്തണം, എന്തായാൽ ടീച്ചേഴ്സിനെയും ഈ സമയം ഞാൻ വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം ഓർക്കുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. താങ്ക് യു. സമ്മാനം വാങ്ങിച്ച കുട്ടികൾ സ്റ്റേജിൽ നിൽക്കണം. നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാണ്. ഓരോ ഗ്രൂപ്പിലും ഫോട്ടോ എടുത്തതിന് ശേഷം ഇറങ്ങാൻ നമുക്ക് 1, 2, 3 ടോക്കൺ വിളിച്ച മുന്നിൽ സ്റ്റേജിലോട്ട് വരിക. ഫോർ 5, 6 ടോക്കൺ കിട്ടിയ ആളുകൾ, 4, 5, 6 ടോക്കൺ കിട്ടിയ ആളുകൾ ഇവിടെ താഴെ നോക്കുക, സ്റ്റേജിന്റെ താഴെ നോക്കുക. 4, 5, 6 4, 5, 6 ടോക്കൺ കിട്ടിയ കുട്ടികൾ താഴെ നോക്കുക സ്റ്റേജിൽ. എല്ലാവരും കയ്യടിച്ച് 10 to 15 വരെയുള്ള ടോക്കൺസിനാണ് നമ്മൾ ട്രോഫി കൊടുക്കുന്നത്. അടുത്ത സെക്ഷൻ ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. 10 to 15 വരെയുള്ള കുഞ്ഞുങ്ങൾ വന്നിരുന്നുള്ളൂ.